കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങൾ, കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്നൊരു പ്രയാസമാണ് പ്രാർത്ഥനയ്ക്കായിട്ട് നാം ധ്യാനത്തിനായിട്ട് ഇങ്ങനെ ദേവാലയങ്ങളിലോ ധ്യാന കേന്ദ്രത്തിലൊക്കെ പോകുമ്പോൾ നമ്മെ കളിയാക്കാൻ ഒരുപാട് പേരുണ്ട്, വിമർശിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്, പരിഹസിക്കാൻ ഒരുപാട് സമയം അവർക്കുണ്ട്. അപ്പം ഇങ്ങനെ വരുമ്പോൾ പള്ളിയിൽ പോകുന്നവർ, ധ്യാനത്തിന് പോകുന്നവരൊക്കെ മനസ്സ് മടുക്കും. കാരണം പലപ്പോഴും ഇവരെല്ലാം അവരുടെ വിമർശനങ്ങൾക്കെല്ലാം, അവരുടെ പരിഹാസങ്ങൾക്കെല്ലാം നമുക്ക് പലപ്പോഴും സംസാരിക്കുവാൻ വാക്കുകൾ കിട്ടാതെ പോകുന്നു. അവർ ചെറിയ കാര്യത്തിന് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ കൊച്ചാക്കുന്നു. ഇങ്ങനെയൊക്കെയുണ്ട്. ഇത് വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. പ്രാർത്ഥിക്കുവാനായിട്ട് ഒരു ജനതയെ മോശ ഫറവോൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഫറവോ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നിങ്ങൾ ഈ പ്രാർത്ഥിക്കുവാനായിട്ട് ഇവരെ കൊണ്ടുപോകുന്നത്? പിന്നെ പുരുഷന്മാരെ പറഞ്ഞയക്കുക, പിന്നെ ഭാര്യമാരെ പറഞ്ഞയക്കുക, പിന്നെയാണ് കുട്ടികളെ പറഞ്ഞയക്കുക. ജീവിതത്തിൽ പ്രിയമുള്ളവരെ, അന്നും ഇന്നും പ്രാർത്ഥിക്കുവാനായിട്ട് പോകുന്നവരോട് മനുഷ്യർക്ക് ഒരുപാട് വിദ്വേഷമൊക്കെ ഉള്ളവരുണ്ട്, എല്ലാവരല്ല. ബർത്തമിയൂസിൻ്റെ ജീവിതത്തിൽ അവന് കാഴ്ചയില്ലാതെ വഴിയരികിൽ ഇരിക്കുമ്പോൾ അവൻ കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ശകാരിക്കുന്നത് കർത്താവിൻ്റെ കൂടെ നടക്കുന്നവരാണ്, കർത്താവിൻ്റെ വചനം കേട്ടവരാണ്, കർത്താവിൻ്റെ അനുഗ്രഹം കിട്ടിയവരാണ്. അവനെ ശകാരിച്ചു എന്നാണ് വചനം പറയുന്നത്. പ്രാർത്ഥിക്കുന്നവനെ ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുകയില്ല, അവൻ്റെ സ്വഭാവം മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുകയില്ല, അവൻ്റെ ജീവിത ശൈലി അവർക്ക് ചേർന്നതല്ല. കാരണം പ്രാർത്ഥിക്കുന്നവൻ കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ മദ്യപിക്കുന്ന ഒരാൾ, കൈക്കൂലി വാങ്ങിക്കുന്ന ഒരാൾ, കുമ്പസാരിക്കാത്ത ഒരാൾ, പള്ളിപ്പോക മടി കാണിക്കുന്നവൻ, എല്ലാത്തിനും വിമർശിക്കുന്നൊരു വ്യക്തി, ഇപ്രകാരം നന്മ പറയുന്ന ഒരാൾ, കുറ്റപ്പെടുത്താത്തൊരു വ്യക്തി, അല്ലെങ്കിൽ മുടങ്ങാതെ കുർബാനയ്ക്ക് പോകുന്നൊരു വ്യക്തി, കൂദാശകൾ സ്വീകരിക്കുന്നൊരു വ്യക്തി, അത് ആ വ്യക്തിക്കെതിരാണ്. അപ്പം അതുകൊണ്ട് പലപ്പോഴും നമ്മെ കുറ്റപ്പെടുത്തും. പക്ഷേ പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ ദൈവത്തിന് ഇഷ്ടമാണ്. എവിടെയൊക്കെ മനുഷ്യൻ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇവിടെ ജനത്തിരക്കിനിടയിൽ, ആയിരക്കണക്കിന് മനുഷ്യരുടെ ഇടയിൽ ഒരു അന്ധനായൊരു മനുഷ്യൻ പ്രാർത്ഥനാപൂർവം ദാവീദിൻ്റെ പുത്ര എന്നെ കനിയണമേ എന്ന് പറഞ്ഞപ്പോൾ അവിടെ കർത്താവ് അവൻ്റെ സ്വരം കേട്ടു. കാരണം പ്രാർത്ഥിക്കുന്നവനെ ഇഷ്ടപ്പെടുന്നൊരു ദൈവമുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നീ ഓർക്കണം, ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ എന്നെ നേരത്തെ ഇഷ്ടപ്പെടുന്ന ദൈവം ഇപ്പോഴും എന്നെ ഇഷ്ടപ്പെടുന്നു. എൻ്റെ പ്രാർത്ഥന കേട്ട് അവിടെ നിൽക്കുവാൻ, ഈ പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് കർത്താവ് അവിടെ നിൽക്കുവാൻ ഇടവരുന്നു. അതുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. പരീക്ഷകളും പാപങ്ങളും നീ ഞങ്ങളിൽ നിന്നെന്നും അകറ്റിയിടണേ. രാജ്യം, ശക്തി, മഹത്വങ്ങളൊക്കെയും എന്നെന്നും അങ്ങേക്കു മാത്രമല്ലോ. രാജ്യം, ശക്തി, മഹത്വങ്ങളൊക്കെയും എന്നെന്നും അങ്ങേക്കു മാത്രമല്ലോ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.